ഇതിന്റെ ഒരു എന്താ പറയുക, ഈ സിനിമയുടെ ഒരു ഐക്കോണിക് അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നത് തന്നെ ഇതിന് ടെറൈനാണ്. അപ്പോൾ രഞ്ജിത്തേട്ടൻ ആദ്യം ഇത് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത് വേറെ ഒരു ടെറൈനിലായിരുന്നു. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്ത് വന്നത് ഈ ഒരു ടെറൈനിലാണ്. പക്ഷെ അത് എന്തുകൊണ്ടും നല്ല രീതിയിൽ എന്താ പറയുക അപ്ലിഫ്റ്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സിനിമ. പക്ഷേ ഈ സ്ക്രീൻ പ്ലേ വായിക്കുമ്പോൾ അതെ എനിക്ക് എത്രത്തോളം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ സ്ക്രീൻ പ്ലേ വായിക്കുമ്പോൾ നമുക്കൊരു അത്ഭുതം ഉണ്ടായിരുന്നു. ഇതെങ്ങനെയായിരിക്കും ഇവർ ഷൂട്ട് ചെയ്യുക, ഇത്രയും കാര്യം എഴുതി വെച്ചേക്കുന്നതിൻ്റെ ഒരു ക്ലാരിറ്റി. ഇപ്പം ഈ ആ ലാസ്റ്റ് ഫൈറ്റ് സീനൊക്കെ അത്രയും ഫിയേഴ്സ്ഫുൾ ആയിട്ട് തന്നെയാണ് വാക്കുകളും ഉണ്ട് ബാബുലേട്ടൻ അത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ ആ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇൻറ്റൻസ് പെർഫോമൻസ് നമുക്ക് ഫീൽ ചെയ്യിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും, ഓക്കെ ഇത് ഇങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടതെന്നുള്ളൊരു എന്താ പറയുക ഒരു ഐഡിയ ഫ്രം ദ സ്ക്രീൻ പ്ലേ സ്റ്റേജ് തൊട്ട് തന്നെ എല്ലാ ആക്ടേഴ്സിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന എൻവയോൺമെന്റ് എല്ലാം അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം നോർമലി ഇപ്പോൾ നമുക്കൊരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു അടി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഓടുന്നു ചാടുന്നു എന്നുള്ളതിൻ്റെ ഡൈനാമിക്സ് മാറുന്നത് ഈ വക ടെറൈൻ വരുമ്പോൾ നമുക്ക് കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ വരും. ഇപ്പോൾ ചിലപ്പോൾ ഓടുമ്പോൾ തെന്നി വീഴാം, അല്ലെങ്കിൽ ഇപ്പോൾ മരത്തിൽ കയറുന്ന ഷോട്ടാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു ഭയങ്കര പ്ലാസ്റ്റിക് നേച്ചർ എല്ലാം മാറ്റി വെച്ച് ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് നാച്ചുറലി കൊടുക്കാൻ പറ്റാൻ ഈ ഒരു ടെറൈൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ക്യാരക്ടേഴ്സിലും എനിക്ക് എത്ര പേര് സിനിമ കണ്ടിട്ടുണ്ട് ഇവിടെ? എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഓക്കെ. അപ്പം ഇതിൽ പിയൂസ് എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ചും കൂടെ ഒരു ഡോഗ് ഓറിയന്റഡ് അല്ലെങ്കിൽ ഡോഗിന്റെ കുറച്ച് നേച്ചർ കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ് സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു നേച്ചർ മാക്സിമം നമുക്ക് എന്താ പറയുക പുറത്തിടാൻ ഈ ഒരു ടെറൈൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാര്യം ഓടാം, ചാടാം, കുത്തിമറയാം, കടിക്കാം, മാന്താം എന്നുള്ള രീതിയിലുള്ള എല്ലാ രീതിയിലും പെർഫോമൻസും നമുക്ക് എഫേർട്ട്ലെസ്ലി ചെയ്യാൻ ഈ എൻവയോൺമെന്റ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ടയറിംഗ് ആയിരുന്നു, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സ്ക്രീൻ പ്ലേ വായിച്ചപ്പോൾ കിട്ടിയ ഒരു ഫയറാണ് അത് മുന്നോട്ട് ചെയ്യാനും പ്രേരിപ്പിച്ചത്. താങ്ക് യു.